നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ അങ്കലൊന്ന് കൈവച്ച് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങളൊരു പ്രശ്നക്കാരനെ തേടി അല്ലെങ്കിൽ ഒരു 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 ജ്യോത്സ്യനെ തേടി നിങ്ങൾ പോയിട്ടുണ്ടാകും. ആ പോകുന്ന നിങ്ങളോട് ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് കുലദേവതയുടെ ദോഷമുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സർപ്പദോഷമുണ്ട്. ഇത് രണ്ടും ഓൾറെഡി ഉള്ളതാണ്. കാരണം ഞാൻ ആദ്യകാല വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട് കാവുകൾ എന്താണെന്നും സർപ്പക്കാവുകൾ എന്താണെന്നും സർപ്പത്തിൻ്റെ സാന്നിധ്യം എന്താണ് നമുക്കുണ്ടായിരുന്നതെന്നൊക്കെ ഞാൻ ആദ്യ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കുലദേവതയുടെ ഒരു സിസ്റ്റം. ആ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പോയില്ല എങ്കിൽ നമ്മൾക്കാർക്കും ഒരു കാലത്തും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ, ഇതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യവുമല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുലദേവതയ്ക്ക് വേണ്ടത് വിളിച്ച് പറഞ്ഞു കൊടുക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് കൊടുക്കാതെ കിടക്കുന്നതുകൊണ്ടും ഇവരെല്ലാം ഇതെല്ലാം വലിച്ചു വാരി തോട്ടിക്കൊണ്ട് കളഞ്ഞാൽ, അല്ല ആറ്റിക്കൊണ്ട് ഒഴുകി കളഞ്ഞതുകൊണ്ടും, അതല്ല